ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പരിപ്പ് സാദം, ഉരുളക്കിഴങ്ങ്, ഇത് മസാല എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇടണില്ല, വറമുളകും ചെറിയ ഉള്ളി. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പരിപ്പ് സാദത്തിന് വേണ്ടത് ഞാൻ ഇതിലൊരു ഒരു കപ്പ് നമ്മുടെ സാദാ ചോറ് വയ്ക്കുന്ന അരി എടുത്തിട്ടുണ്ട്. കപ്പ് തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ മുമ്പേ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചതാണ് കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയ കാരണം ഞാനത് നടുകെ കീറി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിന് വേണ്ടത് ഇത് ഞാൻ ഒരു വറമുളക് ഇതങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു വറമുളക് കൊണ്ട് ഒരു ചെറിയൊരു കഷ്ണമുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് അത്ര വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയും ഈ മുളകുമായിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. ഉരുളക്കിഴങ്ങിന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം കേട്ടോ. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചില്ലേ, ഇതാ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ജാറ് കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് എത്ര ഉപ്പ് വെച്ചാൽ അതേമാതിരി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടുണ്ടാകും. മുമ്പൊക്കെ ഇങ്ങനെ വയ്ക്കുക, ഉരുളക്കിഴങ്ങ് മുമ്പ് ഇതങ്ങനെ വയ്ക്കും, അമ്മിയിലൊക്കെ അരച്ചിട്ട്. മുളക് പൊടിയൊന്നും ഇടില്ല. വറമുളക് ഈ കുതിരാൻ വയ്ക്കുന്നത് എന്താ വെച്ചാൽ വേഗം അരയാൻ വേണ്ടിയിട്ടാണ്. കല്ലുപ്പ് ഇട്ടിട്ട് അരച്ചാലും വേഗം അരഞ്ഞ് കിട്ടും. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം. തീയൊന്ന് കുറച്ചിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെക്കാം. ഞാൻ ഇതിനെ ഈ അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ചോറുണ്ടാക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പിൽ വെക്കാം. കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതറിയോ, വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ടുണ്ടാവും. ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിറയെ കുറച്ച് എണ്ണ വേണം കേട്ടോ. ഇതൊക്കെ വറക്കണ്ടേ. ഇത് ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഈ ഉള്ളിയും ഇതൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. ഞാനൊരളവ് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചോറൊക്കെ അധികം വേണം വെച്ചാൽ അധികം എടുത്തോളൂ. ഇത് 2 ആൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്കും ചേർത്തിട്ടായി. ഇത് കടുകൊന്ന് പൊട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്താൽ മതി. ഞാനൊരു 1/2 സ്പൂണ് കടലപ്പരിപ്പ്, 1/2 സ്പൂണ് ഉഴുന്നപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ടു. നന്നായിട്ട് വറകട്ടെ. കടുകൊക്കെ പൊട്ടി, ജീരകം പൊട്ടി. ഇനി ഇതിലേക്ക് വറമുളക് ഇട്ട് കൊടുക്കാം. 2 വറമുളക് ഇടുന്നുണ്ട്. 2 വറമുളക്. ഇതാണ്ടോ പച്ചമുളക്, 2 പച്ചമുളക്, വെളുത്തുള്ളി,
ചെറുള്ളി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടാം കേട്ടോ. ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. നന്നായി വറകട്ടെ. അങ്ങനെ വെളുത്തുള്ളി നല്ലോണം വറകണ്ട. അത് ശരിയാവില്ല. ഇതുകൊണ്ട് ഒരു തക്കാളി അധികം വേണ്ട, ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി മഞ്ഞൾപ്പൊടി, എരിവിന് വേണമെങ്കിൽ സാമ്പാർ പൊടി ഇടാം, മുളക് പൊടി ഇടാം. ഇതൊന്ന് വറകട്ടെ. നമുക്ക് ഉരുളക്കിഴങ്ങ് പുറത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടു, നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മഞ്ഞ കളറായിരിക്കണം ചോറ്. കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് നമുക്ക് വേണം വെച്ചാൽ ഒരു വറമുളക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ പൊടി ഇടാം, അല്ലെങ്കിൽ കുളമ്പ് മുളകാത്തൂൾ പറഞ്ഞിട്ടുണ്ടാവും. അത് എല്ലാം ഇട്ട് കുരുമുളക്, ജീരകം ഒക്കെ ഇട്ട് പൊടിച്ചതാണ്. അത് ഞാൻ കുളമ്പ് മുളകാത്തൂൾ ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് ഇടുന്നുണ്ട്. ഞാൻ എങ്ങനെ അത് ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിലിടാം. ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ടാ നല്ല കളറൊക്കെ വന്നു. ഇതിലേക്ക് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുളമ്പ് മുളക് പൊടി ഇല്ല വെച്ചാൽ നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലാണ് അരി ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പും 1/2 കപ്പ് പരിപ്പുമായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 4 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അരി എങ്ങനെ വേവ് കൂടുതലാണ് വെച്ചാൽ അതേമാതിരി വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഓരോരുത്തരുടെ അരിയും മാറ്റങ്ങളുണ്ടാവും. കുക്കർ മാറ്റം ഉണ്ടാവും. കണ്ടോ, സൂപ്പറായി. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടു. നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വടിച്ചിട്ട് ഇടാം. ഒരുപാട് കുഴയാനും പാടില്ല, ഒരുപാട് വേകാതിരിക്കാനും പാടില്ല. അങ്ങനെ ആയിരിക്കണം ചോറ്. ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല, ഒരുപാട് വേകാതിരിക്കാനും പാടില്ല. അങ്ങനെ വേണം. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പ് ഒക്കെ നോക്കുക. നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റായിട്ടുണ്ടോ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് കുക്കർ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കും. റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാൽ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇതിലൊക്കെ പൊങ്ങി വരില്ലേ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ വറ്റിക്കുക. അങ്ങനെ തേച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ പിന്നെ പൊന്തി വരില്ല. കുറച്ച് എണ്ണ തേക്കാം നമുക്ക്. അടച്ചു വെക്കാം. ഒരു 4 നമുക്ക് ഈ വേവ് അറിയുമല്ലോ. അപ്പോൾ എത്ര വേവ് വേണ്ട വെച്ചാൽ അതേമാതിരി വിസിൽ വെക്കാം. നിങ്ങളുടെ കുക്കർ ഓരോരോ കുക്കറിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുമാതിരി വെക്കാം കേട്ടോ.
ഞാനിതിൽ ഒരു 3-4 വിസിൽ വയ്ക്കും. അല്ലെങ്കിൽ 3 വിസിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് വയ്ക്കാം. സിമ്മിൽ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുമ്പിലത്തെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡിയായി. നല്ലോണം വെന്തിട്ടുണ്ട്. നന്നായി വെന്തു, സൂപ്പറായി. ഇനി ഇത് അടച്ച് വെക്കണ്ട. റെഡി ആയിട്ട് ഞാനിത് ഓഫാക്കാം. എന്നിട്ട് അടച്ച് വെക്കണ്ട കേട്ടോ. എണ്ണ തേച്ച കാരണം ഒന്നും പുറത്ത് വന്നില്ല. മസാലകൾ അല്ലെങ്കിൽ പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വരും. കണ്ടോ, ആ എണ്ണ തേച്ച കാരണം ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കുക്കറി ഭംഗി ഉണ്ടാവില്ല. ചോറ് വയ്ക്കുമ്പോഴേക്ക് എല്ലാം കശപിശാന്നായിട്ടുണ്ടാവും. 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നിട്ട് ഒന്ന് 3 വിസിൽ വന്നു. സിമ്മിൽ വെച്ചു. ഇതാ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല എയർ ഉണ്ട്, അതൊക്കെ ഒന്ന് പോട്ടെ. ഇത് തുറന്ന് വിട്ടാൽ ചിലപ്പോൾ വേണ്ടിയിരുന്നാലോ, അത് കട്ടാവട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിസിലൊക്കെ പോയി. ഉണ്ടോ, വിസിലൊക്കെ പോയതുണ്ടോ. അതിലൊന്നും നമ്മുടെ മസാലകളൊന്നും പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ എണ്ണ തേച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വൃത്തിയായിട്ട് തുറന്നു നോക്കാം. ഈ അടപ്പിലും ഒന്നുമില്ല. നമുക്ക് നോക്കാം. ഇത് എൻ്റെ അരി ഉണ്ടല്ലോ നല്ല കുഴഞ്ഞു വേകുന്ന അരിയാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പരിപ്പ് സാദം. നമ്മുടെ അരി കുഴഞ്ഞു വേകുന്ന അരി ആയ കാരണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ആറി കഴിഞ്ഞാൽ നല്ല ഒന്ന് പിലുപിലുന്നാവും. ഒരുപാട് ആവില്ല കേട്ടോ, കുറച്ച്. ഓരോരോ അരി ഓരോരോ ടൈപ്പാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ല മണം ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും നെയ്യ് ഒഴിച്ച് കഴിച്ചാൽ. ഇനി ഇത് ഇളക്കി കൊടുക്കാം. സൂപ്പറായി നമ്മുടെ പരിപ്പ് സാദം. അടിപൊളി, നല്ല മണം വരുന്നുണ്ട്. അപ്പത്തെ കുട്ടി വന്നിട്ട് പോയി. എന്താ ഇവിടെ ചോറ് എന്താ കറി ഇട്ടിട്ട് വന്നിട്ട് പോയി. സ്കൂളില്ല. അപ്പോൾ ഇത് ഞാൻ പാത്രത്തേക്ക് ആക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. ആദ്യം ചോറ് ഇതാ വേണ്ട, ആറാറെ ഒന്ന് ശരിയായിട്ടിരിക്കും. പരിപ്പ് സാദം സൂപ്പറായിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും ചെറുള്ളിയും ഇതാ വിളമ്പി കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ വെച്ചില്ലേ, ആ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് സൂപ്പർ. കളറ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ അരച്ചതല്ലേ, മുളക് അരച്ചത്, മുളക് ഉള്ളിയായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ അച്ചാറ്, നെല്ലിക്ക അച്ചാർ സൂപ്പറായിട്ടുണ്ട്. നെല്ലിക്ക അച്ചാറ്, പപ്പടം. നമ്മുടെ പരിപ്പ് സാദം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് സാദം സൂപ്പറായിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. നല്ല കുഴഞ്ഞ് എനിക്കിതങ്ങനെ ഇരിക്കണം, എന്നാലേ എനിക്കിഷ്ടമുള്ളൂ. ബിരിയാണി ഒന്നും എനിക്കിഷ്ടമല്ല. പരിപ്പ് ചൂട് ആറട്ടെ. നന്നായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എങ്ങനെയുണ്ടോ നോക്കട്ടെ. ആ മുമ്പിലത്തെ അതേ ടേസ്റ്റ്. മുമ്പൊക്കെ അമ്മിയിൽ അരച്ചിട്ട്
മുളകൊക്കെ കൈയൊക്കെ എരിയും. സൂപ്പറായിട്ടുള്ള പരിപ്പ് സാദം. നെല്ലിക്ക അടിപൊളി. അപ്പം ഞാൻ ഉണ്ണട്ടെ, നിങ്ങൾ ഊണ് കഴിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, അടിപൊളി. നല്ല കാണാനും നന്നായിട്ടുണ്ട്, കഴിക്കാനും നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. നിങ്ങൾ ഊണ് കഴിക്കുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അറിയുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ നോക്കാൻ പറയുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഇനി അടുത്തത് പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ബൈ.